ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പ്രോസ്പെക്റ്റസിനെ കുറിച്ചാണ്. അതായത് ഒരു കമ്പനിയുടെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റായ പ്രോസ്പെക്റ്റസ് എന്താണ്, അതിൻ്റെ കണ്ടൻറ്റൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് പ്രോസ്പെക്റ്റസ് ആണ്. ടൈപ്സ് ഓഫ് പ്രോസ്പെക്റ്റസിന് മെയിനായിട്ട് വരുന്നത് 5 കാറ്റഗറീസ് ആണ്. prospectus, deemed prospectus, shelf prospectus, red herring prospectus and pink herring prospectus. These are the main categories of prospectus. A prospectus is the invitation to an offer to the subscribe for shares or debentures in the company's. Prospectus means എന്താണ്, ഒരു കമ്പനിയുടെ ഷെയർസോ ഡിബഞ്ചേഴ്സിനൊക്കെ പബ്ലിക്കിന് ഓഫർ ചെയ്യാനായിട്ട്, പബ്ലിക്കിന് അവിടുത്തെ കാര്യങ്ങൾ എന്താണ്, എത്രയൊക്കെ ഷെയർസാണ് ഓഫർ ചെയ്തിരിക്കുന്നതൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണിത്. പബ്ലിക്കിനെ ഇൻവിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ് പ്രോസ്പെക്റ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് നമ്മൾ ടൈപ്സ് ഓഫ് പ്രോസ്പെക്റ്റസ് എന്ന് പറഞ്ഞു. ടൈപ്സ് ഓഫ് പ്രോസ്പെക്റ്റസിൽ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഡീംഡ് പ്രോസ്പെക്റ്റസ് എന്താണെന്നുള്ളതാണ്. ഡീംഡ് പ്രോസ്പെക്റ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മെയിൻലി ഡീൽ ചെയ്ത് സെക്ഷൻ 25 കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 25 ഡീംഡ് പ്രോസ്പെക്റ്റസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഡീംഡ് പ്രോസ്പെക്റ്റസ് എന്താണെന്ന് നമുക്ക് നോക്കാം. The deemed prospectus is the prospectus that is deemed to have been made by the issuer through its actually offered to the public by the third party, or it is called issue house. This issue saves the underwriting expenses in selling its securities. Deemed prospectus എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോസ്പെക്റ്റസിന് തന്നെയാണ് ഡീംഡ് പ്രോസ്പെക്റ്റസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മെയിനായിട്ടുള്ള പ്രോസ്പെക്റ്റസിൻ്റെ ഒരു ഷോർട്ടർ ആയിട്ടുള്ള ഒരു ഫോമാണ് ഡീംഡ് പ്രോസ്പെക്റ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ അകത്ത് പബ്ലിക്കിന് എന്താണ് നമ്മൾ ആക്ച്വലി ഓഫർ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളായിരിക്കും ഈ ഡീംഡ് പ്രോസ്പെക്റ്റസിൽ ഇഷ്യൂ ചെയ്യുക. പ്രോസ്പെക്റ്റസ് ഈസ് ഡീംഡ് ടു ബി മെയ്ഡ് ബൈ ദ ഇഷ്യൂവർ through its actually offered to the public by the third party, or it is called issuers. That means prospectus ഇഷ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ മെയ്ഡ് ചെയ്യുന്നത് ഇഷ്യൂവർ ആയിരിക്കും. ആർക്കാണ്? പബ്ലിക്കിലേക്ക് ഷെയർസ്, പബ്ലിക്കിൻ്റെ ഷെയർസൊക്കെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഓഫർ ചെയ്യാനായിട്ട് അവരിലേക്ക് നമ്മൾ ഒരു ഇൻവിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് പറയുന്നതാണ് ഡീംഡ് പ്രോസ്പെക്റ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പബ്ലിക്കിലേക്ക് നമ്മൾ ഇൻവിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യണം. അവരുടെ ഷെയർസ് ഡിബഞ്ചേഴ്സൊക്കെ ബൈ ചെയ്യാനായിട്ടുള്ളൊരു ഇൻവിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പ്രോസ്പെക്റ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഡീംഡ് പ്രോസ്പെക്റ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ലൈക്ക് എ പ്രോസ്പെക്റ്റസ്. ഇറ്റ് ഈസ് വെരി ഷോർട്ട് ഫോം. അതായത് മെയിൻ ഡീറ്റെയിൽസ് മാത്രമേ ഇതിൻ്റെ അകത്ത് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഇത് മെയിൻലി ഡീൽ ചെയ്യുന്നത് സെക്ഷൻ 25 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 ഡീംഡ് പ്രോസ്പെക്റ്റസിനെ കുറിച്ച് പറയുന്നത്. അതായത് ഡീംഡ് പ്രോസ്പെക്റ്റസിൽ പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുന്നു പറഞ്ഞാൽ ആ ഇഷ്യൂ ചെയ്യുന്നതിനെ പറയുന്നതാണ് ഇഷ്യൂ ഹൗസ്. അതായത് പബ്ലിക്കിലേക്ക് ഷെയർസൊക്കെ ഇഷ്യൂ ചെയ്യുന്നതിനെ പറയുന്നതാണ് ഇഷ്യൂ ഹൗസ് എന്ന്. സെക്കൻഡ് കാറ്റഗറി വരുന്നതാണ് അഡ്വർടൈസ്മെൻറ്റ് ഓഫ് പ്രോസ്പെക്റ്റസ്. അഡ്വർടൈസ്മെൻറ്റ് ഓഫ് പ്രോസ്പെക്റ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൻ ആൻ അഡ്വർടൈസ്മെൻറ്റ് ഓഫ് എനി പ്രോസ്പെക്റ്റസ് ഓഫ് ദ കമ്പനി ഈസ് പബ്ലിഷ്ഡ് ഇൻ എനി മാനർ ഇറ്റ് ഈസ് നെസസറി to specify there is in a content of its memoranda as regarding the objectives, liabilities of the members and amount of share capital of the company and name of the signatories to memorandum and numbers of shares subscribed for them and its capital structure. അഡ്വർടൈസ്മെൻറ്റ് ഓഫ് പ്രോസ്പെക്റ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഒരു കമ്പനി ഇഷ്യൂ പബ്ലിഷ് ചെയ്യുന്നതാണ്. അത് കമ്പനി ഒരു അഡ്വർടൈസ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് പബ്ലിഷ് ചെയ്യുന്നതിനെ പറയുന്നതാണ് അഡ്വർടൈസ്മെൻറ്റ് ഓഫ് പ്രോസ്പെക്റ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് സ്പെസിഫൈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെമ്മോറണ്ടത്തിൻ്റെ കണ്ടൻറ്റ്, അതായത് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ലയബിലിറ്റീസ് ഓഫ് മെമ്പേഴ്സ്, ഷെയർ ക്യാപിറ്റൽ, അതേപോലെ തന്നെ സിഗ്നോറിറ്റി അതോറിറ്റീസ്, അതേപോലെ തന്നെ എത്ര ഷെയർസ് അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഇതേക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് അഡ്വർടൈസ്മെൻറ്റ് ഓഫ് പ്രോസ്പെക്റ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് ഓഫ് പ്രോസ്പെക്റ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്കൊരു അഡ്വർടൈസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അഡ്വർടൈസ്മെൻറ്റ് ഓഫ് പ്രോസ്പെക്റ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ അകത്ത് മെമ്മോറണ്ടത്തിൻ്റെ എല്ലാ കണ്ടൻസും ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. സച്ച് ആസ് ലയബിലിറ്റീസ്, ഒബ്ജക്റ്റീവ്സ്, ഷെയർസ്, നമ്പർ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ദ ഈച്ച് മെമ്പേഴ്സ്, ക്യാപിറ്റൽ സ്ട്രക്ചർ, ഇതെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇതാണ് സെക്കൻഡ് കാറ്റഗറി വരുന്നത്. ഇനി നെക്സ്റ്റ് കാറ്റഗറി വരുന്നതാണ് സെൽഫ് പ്രോസ്പെക്റ്റസ്. സെൽഫ് പ്രോസ്പെക്റ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സെൽഫ് പ്രോസ്പെക്റ്റസ് that describe a set of unissued but registered securities. ഷെൽഫ് പ്രോസ്പെക്റ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കമ്പനിയിൽ ഒരു പ്രാവശ്യമേ ഒരു പ്രോസ്പെക്റ്റസ് ഇഷ്യൂ ചെയ്യുള്ളൂ. അതായത് നമ്മളൊരു 1000 ഷെയർ
ഇഷ്യൂ ചെയ്യുകയാണ്. അപ്പോൾ നമ്മളൊരു പ്രോസ്പെക്ടസ് പബ്ലിക്കിലേക്ക് കൊടുക്കും. അതിനുശേഷം അവർ ഒരു 500 എക്സ്ട്രയും കൂടി ഷെയർസ് അവർ പബ്ലിക്കിലേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു പ്രോസ്പെക്ടസ് നമ്മൾ ഇഷ്യൂ ചെയ്യില്ല. അതിന് പകരം നമ്മൾ ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്, അതായത് ഒരു ഫസ്റ്റത്തെ ഇതിന് നമ്മൾ പബ്ലിക്കിലേക്ക് ഏത് പ്രോസ്പെക്ടസ് ആണോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആ പ്രോസ്പെക്ടസ് തന്നെയായിരിക്കും അവർ വീണ്ടും പബ്ലിക്കിലേക്ക് കൊടുക്കാം. അപ്പോൾ അതാണ് പറയുന്നത് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ഓഫ് അൺഇഷ്യൂഡ് പ്രോസ്പെക്ടസ് ദാറ്റ് ഡിസ്ക്രൈബ് എ സെറ്റ് ഓഫ് അൺഇഷ്യൂഡ് ബട്ട് രജിസ്റ്റേർഡ് സെക്യൂരിറ്റീസ്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള അൺഇഷ്യൂഡ് സെക്യൂരിറ്റീസ് ആണ് ഷെൽഫ് പ്രോസ്പെക്ടസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ എ സിറ്റുവേഷൻ issued in the consecutively stages over a period of time because of its size of issues too large. ഷെൽഫ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് പറയുന്നത്. ഷെൽഫ് പ്രോസ്പെക്ടസ് മീൻസ് എ പ്രോസ്പെക്ടസ് ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് the securities or classes of securities included therein are issued for subscription in one or more issues over a certain period without issuing of a further prospectus. അതായത് അറ്റ് എ ടൈമിൽ നമ്മളൊരു പ്രോസ്പെക്ടസേ നമ്മൾ ഇഷ്യൂ ചെയ്യുള്ളൂ. ഫർദർ നമ്മൾ ചിലപ്പോൾ ഷെയർസൊക്കെ പബ്ലിക്കിലേക്ക് ഓഫർ ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ അതിനൊന്നും നമ്മൾ പുതിയ ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യില്ല. എക്സിസ്റ്റിംഗ് പ്രോസ്പെക്ടസ് തന്നെയായിരിക്കും നമ്മൾ അവർക്ക് പബ്ലിക്കിലേക്ക്, ജനറൽ പബ്ലിക്കിലേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഷെൽഫ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പറയുന്ന ഒരു വേറെ പേരാണ് ഇൻഫോർമേഷൻ മെമ്മറാണ്ടം എന്ന്. ദാറ്റ് മീൻസ് എന്താണ് മെമ്മറാണ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആണ്. അതായത് കമ്പനീനെ സംബന്ധിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇൻഫോർമേഷൻ മെമ്മറാണ്ടം മെയിനായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് സെക്ഷൻ 31 സബ്സെക്ഷൻ 2 ഇൻഫോർമേഷൻ മെമ്മറാണ്ടത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് പറയുന്നത് എന്താണ്, മെമ്മറാണ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സും അതിൻ്റെ അകത്ത് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടായിരിക്കുക. കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ്, പർപ്പസ്, വിഷൻ, മിഷൻ, എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സിനെ കുറിച്ച് അതിൻ്റെ ഓണേഴ്സിനെ കുറിച്ചൊക്കെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻ്റാണ് മെമ്മറാണ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. തന്നെ എന്തെങ്കിലും ഫിനാൻഷ്യൽ പൊസിഷനിൽ വരുന്ന ചേഞ്ചസ് കാര്യങ്ങളൊക്കെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. കാറ്റഗറി വരുന്നതാണ് റെഡ് ഹെയറിംഗ് പ്രോസ്പെക്ടസ്. റെഡ് ഹെയറിംഗ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ പ്രോസ്പെക്ടസ് വിച്ച് ഡസ് നോട്ട് ഹാവ് കംപ്ലീറ്റ് ഇൻഫോർമേഷൻ ഓൺ ദ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ദി സെക്യൂരിറ്റീസ് ഓഫേഴ്സ്. അതായത് റെഡ് ഹെയറിംഗ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് അതായത് ഒരു ഷെയർസിൻ്റെ പ്രൈസോ അതിൻ്റെ ക്വാണ്ടിറ്റിയോ എത്രയാണോ നമ്മൾ പബ്ലിക്കിലേക്ക് ഓഫർ ചെയ്തിരിക്കുന്നതെന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കില്ല. അപ്പോൾ റെഡ് ഹെയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ ഓൺ ദ പ്രൈസ് ആൻഡ് ക്വാണ്ടം ഓഫ് ദ സെക്യൂരിറ്റീസ് ഓഫേഴ്സ്. നമ്മൾ എത്രത്തോളം സെക്യൂരിറ്റീസ് ആണ് പബ്ലിക്കിലേക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ പ്രൈസും അതിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും നമ്മൾ കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അതിനെ പറയുന്നതാണ് റെഡ് ഹെയറിംഗ് പ്രോസ്പെക്ടസ്. റെഡ് ഹെയറിംഗ് പ്രോസ്പെക്ടസ് ഡീൽ ചെയ്യുന്നത് കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 32 റെഡ് ഹെയറിംഗ് പ്രോസ്പെക്ടസ് ഡീൽ ചെയ്യുന്നത്. A prospectus that contains the most of the information that will be presented in the final prospectus but often does not mention the price or the number of securities. A red herring prospectus is alternatively known as preliminary prospectus. അതാണ് പറയുന്നത് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോസ്പെക്ടസിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന എല്ലാ മോസ്റ്റ് ഓഫ് ഇൻഫോർമേഷൻസും അതിൻ്റെ അകത്തുണ്ടായിരിക്കും, പക്ഷേ അതിൻ്റെ പ്രൈസിനെ കുറിച്ചോ ക്വാണ്ടിറ്റിനെ കുറിച്ചോ കറക്റ്റായിട്ട് അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ഈ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിനെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് പ്രിലിമിനറി പ്രോസ്പെക്ടസ് എന്ന്. It can be distributed to potential investors after the registration statement of a security offering has been filed with the securities. ഇത് നമ്മൾ മെയിൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കും പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സിനായിരിക്കും നമ്മൾ ഇത് മെയിൻലി പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. എപ്പോഴാണ്? ആഫ്റ്റർ ദ രജിസ്ട്രേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്. നമ്മുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സിനായിരിക്കും ഈ റെഡ് ഹെയറിംഗ് പ്രോസ്പെക്ടസ് മെയിൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഫോർ ദ പർപ്പസ് ഓഫ് ഓഫറിംഗ് സെക്യൂരിറ്റീസ് ആൻഡ് ഷെയർസ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് അബ്രിഡ്ജഡ് പ്രോസ്പെക്ടസ്. അബ്രിഡ്ജഡ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോസ്പെക്ടസിൻ്റെ ഒരു ഷോർട്ടർ ഫോമാണ് അല്ലെങ്കിൽ ഷോർട്ടർ വേർഷനാണ് അബ്രിഡ്ജഡ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇറ്റ് ഇൻക്ലൂഡ് ഓൾ ദ മോസ്റ്റ് കീ എലമെൻറ്റ്സ് ഓഫ് ദ ടിപ്പിക്കൽ പ്രോസ്പെക്ടസ്. അതായത് ഒരു ടിപ്പിക്കൽ പ്രോസ്പെക്ടസിൽ ഉണ്ടായിരിക്കേണ്ട മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഉള്ള ഒരു പ്രോസ്പെക്ടസിനെ പറയുന്നതാണ് അബ്രിഡ്ജഡ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആൻഡ് അബ്രിഡ്ജഡ് പ്രോസ്പെക്ടസ് contain information very similar to the typical prospectus
പ്രോസ്പെക്ടസ് ബട്ട് ഇറ്റ് കൺസൈസ് ആൻഡ് കോമ്പാക്റ്റ് ഫോം. അതായത് ഒരു പ്രോസ്പെക്ടസിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും, പക്ഷേ അതിൻ്റെ അകത്ത് പ്രോസ്പെക്ടസിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതേപോലെ തന്നെ ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളായിരിക്കും മെയിനായിട്ട് ഈ അബ്രിഡ്ജഡ് പ്രോസ്പെക്ടസിൽ ഉണ്ടായിരിക്കുക. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ടിപ്പിക്കൽ പ്രോസ്പെക്ടസിൻ്റെ ഒരു കൺസൈസ് ആയിട്ടുള്ള അതേപോലെ തന്നെ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഫോമാണ് അബ്രിഡ്ജഡ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് പറയാം, ബോത്ത് ദ വേർഷൻ ഓഫ് ദ പ്രോസ്പെക്ടസ് മസ്റ്റ് ബി കംപ്ലൈ വിത്ത് ദ ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ് പ്രിസ്ക്രൈബ് ബൈ ദ റെലവൻറ്റ് സെക്യൂരിറ്റീസ് കമ്മീഷൻ. അതായത് ഇത് തന്നെ പറയുന്നത് മെയിനായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ പ്രോസ്പെക്ടസിൻ്റെ ഒരു ഷോർട്ടർ ഫോമാണ്. ഇതിൻ്റെ അകത്ത് അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും, അതായത് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും ഈ അബ്രിഡ്ജഡ് പ്രോസ്പെക്ടസിൽ ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് കാറ്റഗറി വരുന്നതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ വ്യൂ ഓഫ് പ്രോസ്പെക്ടസ്. സ്റ്റേറ്റ്മെൻറ്റ് ഇൻ വ്യൂ ഓഫ് പ്രോസ്പെക്ടസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, പക്ഷേ ഇത് നമ്മുടെ പ്രീവിയസ് കമ്പനീസ് ആക്ട് 1956 കമ്പനീസ് ആക്റ്റിലാണ് ഇത് മെയിൻലി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് അഡോപ്റ്റഡ് ഇൻ കമ്പനീസ് ആക്ട് 2013. 1956 കമ്പനീസ് ആക്റ്റിലാണ് ഇത് മെയിൻലി എക്സിസ്റ്റ് ചെയ്തത്. നമ്മുടെ ഇപ്പോഴത്തെ കമ്പനീസ് ആക്റ്റിൽ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ വ്യൂ ഓഫ് പ്രോസ്പെക്ടസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ വ്യൂ ഓഫ് പ്രോസ്പെക്ടസിൽ പറയുന്നത് ദ പബ്ലിക് കമ്പനി മേ ഇൻവൈറ്റ് ദ ജനറൽ പബ്ലിക് ടു സബ്സ്ക്രൈബ് ദ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി ആൻഡ് ഫോർ ദിസ് പർപ്പസ് ഇറ്റ് മസ്റ്റ് ബി ഇൻക്ലൂഡ് ഇഷ്യൂ ഓഫ് എ പ്രോസ്പെക്ടസ്. അതായത് പബ്ലിക് കമ്പനി ജനറൽ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഇഷ്യൂ ചെയ്യുന്നതാണ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് മെയിനായിട്ട് പബ്ലിക് കമ്പനിയുടെ കേസസിൽ മാത്രമേ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ വ്യൂ ഓഫ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞിട്ട് പ്രോസ്പെക്ടസ് ഇൻക്ലൂഡ് ആവുള്ളൂ. അതായത് എല്ലാ കേസസിലും സ്റ്റേറ്റ്മെൻറ്റ് ഇൻ വ്യൂ ഓഫ് പ്രോസ്പെക്ടസ് നമ്മൾ അപ്ലൈ ചെയ്യില്ല. ഇത് മെയിൻലി അപ്ലൈ ചെയ്യുന്നത് ഏതാണ്, പബ്ലിക് കമ്പനിയുടെ കേസസിൽ മാത്രമേ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ വ്യൂ ഓഫ് പ്രോസ്പെക്ടസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. അതാണ് പറയുന്നത് പബ്ലിക് കമ്പനി ജനറൽ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഷെയർസ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ വ്യൂ ഓഫ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് കണ്ടൻറ് ഓഫ് പ്രോസ്പെക്ടസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടൻറ് ഓഫ് പ്രോസ്പെക്ടസ് മെയിൻലി ഡീൽ ചെയ്ത് സെക്ഷൻ 26 പിന്നെ നമ്മൾ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഇൻ പ്രോസ്പെക്ടസ് ആണ്. മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺട്രൂ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് കറക്റ്റ് അല്ലാത്തൊരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പ്രോസ്പെക്ടസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത അൺട്രൂ ആയിട്ടുള്ള കാര്യങ്ങളെയാണ് മിസ്സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഇൻ പ്രോസ്പെക്ടസിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നത് അൺട്രൂ സ്റ്റേറ്റ്മെൻറ്റ്, അതേപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് പ്രൊഡ്യൂസ് റോങ് ഇംപ്രഷൻ. അതായത് നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ റോങ് ഇംപ്രഷനിലേക്ക് നീങ്ങുന്ന കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മിസ്സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് പ്രൊഡ്യൂസ് റോങ് ഇംപ്രഷൻ. നെക്സ്റ്റ് പറയുന്നതാണ് സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ആർ മിസ്ലീഡിങ്. അതായത് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ അത് മിസ്ലീഡ് ചെയ്യുകയാണ്, നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിലേക്കല്ല വേറൊരു കാര്യത്തിലേക്കാണ് അത് മിസ്ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് മിസ്സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കൺസീൽമെൻറ്റ് ഓഫ് മെറ്റീരിയൽ ഫാക്റ്റ്, അതായത് നമ്മുടെ മെറ്റീരിയൽ ഫാക്റ്റിനെ നമ്മൾ കൺസീൽമെൻറ്റ് ചെയ്യുന്ന കേസസിൽ ഇതിനെ നമുക്ക് മിസ്സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഒമിഷൻ ഓഫ് ഫാക്റ്റ്. അതായത് നമ്മൾ എന്തെങ്കിലും പറയേണ്ട കാര്യങ്ങൾ ഒമിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പറയുക, അത് നമുക്ക് മിസ്സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഇൻ പ്രോസ്പെക്ടസിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ്, അൺട്രൂ സ്റ്റേറ്റ്മെൻറ്റ്, അതേപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് പ്രൊഡ്യൂസ്ഡ് റോങ് ഇംപ്രഷൻ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ആർ മിസ്ലീഡിങ്, അതേപോലെ തന്നെ കൺസീൽമെൻറ്റ് ഓഫ് മെറ്റീരിയൽ ഫാക്റ്റ് ആൻഡ് ഒമിഷൻ ഓഫ് ഫാക്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഇൻ പ്രോസ്പെക്ടസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ പ്രോസ്പെക്ടസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യാതെയോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസ് ആയിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് റോങ് ഇംപ്രഷനിലേക്ക് മാറുകയോ അല്ലെങ്കിൽ അത് നമ്മളെ മിസ്ലീഡ് ചെയ്യുകയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഇൻ പ്രോസ്പെക്ടസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് റെമഡീസ് ഓഫ് മിസ്സ്റ്റേറ്റ്മെൻറ്റ്. അതായത് നമ്മുടെ മിസ്സ്റ്റേറ്റ്മെൻറ്റ് മാറ്റാനായിട്ട് അതിനുള്ള മിസ്സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള റെമഡീസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റെമഡീസ് ഓഫ് മിസ്സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻറ്റു 2: റെമഡീസ് അഗെയിൻസ്റ്റ് ദ കമ്പനീസ് ആൻഡ് റെമഡി അഗെയിൻസ്റ്റ് ദ ഡയറക്ടേഴ്സ്, പ്രൊമോട്ടേഴ്സ് ആൻഡ് എക്സ്പേർട്സ്. അപ്പം റെമഡീസ് ഓഫ് മിസ്സ്റ്റേറ്റ്മെൻറ്റ് 2 കാറ്റഗറിയാണുള്ളത്. റെമഡീസ് അഗെയിൻസ്റ്റ് ദ കമ്പനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ളത്, പിന്നെ ഒന്ന് പറയുന്നത് അഗെയിൻസ്റ്റ് ടു ഡയറക്ടേഴ്സ്, പ്രൊമോട്ടേഴ്സ് ആൻഡ് എക്സ്പേർട്സ്.
അപ്പോൾ ഇതാണ് 2 കാറ്റഗറി വരുന്നത്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ പറയുന്നതാണ് റെസിഷൻ ഓഫ് ദ കോൺട്രാക്ട്, അതായത് റെമഡീസ് അഗെയിൻസ്റ്റ് ദ കമ്പനിയിൽ ഫസ്റ്റ് വൺ പറയുന്നതാണ് റെസിഷൻ ഓഫ് ദ കോൺട്രാക്ട്, അതായത് കോൺട്രാക്റ്റിൽ വരുന്ന എന്തെങ്കിലും ചേഞ്ചസ് കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ സ്യൂട്ട് ഫോർ ഡാമേജസ്, എന്തെങ്കിലും ഡാമേജസോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെയാണ് റെമഡീസ് അഗെയിൻസ്റ്റ് ദ കമ്പനിയിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് റെമഡി അഗെയിൻസ്റ്റ് ദ ഡയറക്ടേഴ്സ്, പ്രൊമോട്ടേഴ്സ് ആൻഡ് എക്സ്പേർട്സ്. ഇതിൻ്റെ അകത്ത് പറയുന്നതാണ് സ്യൂട്ട് ഫോർ കോമ്പൻസേഷൻ, സ്യൂട്ട് ഫോർ ഡാമേജസ് ഫോർ മിസ്റെപ്രസെൻറ്റേഷൻ. അതായത് ഒന്നില്ലെങ്കിൽ നമുക്ക് കോമ്പൻസേഷന് വേണ്ടിയിട്ട് സ്യൂട്ട് ഫയൽ ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളതിനെതിരായിട്ട് നമുക്ക് സ്യൂട്ട് ഫയൽ ചെയ്യാം. അപ്പോൾ ഇതാണ് റെമഡീസ് ഓഫ് മിസ് സ്റ്റേറ്റ്മെൻറ്റിലെ 2 കാറ്റഗറീസ് വരുന്നത്, കമ്പനിയും അതേപോലെ തന്നെ ഡയറക്ടേഴ്സും. നെക്സ്റ്റ് പറയുന്നതാണ് അൺട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. അൺട്രൂ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ്സുകൾ, അതായത് ഒരു പ്രോസ്പെക്ടസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് അൺട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. എ സ്റ്റേറ്റ്മെൻറ്റ് ഇൻക്ലൂഡ് ഇൻ ദ പ്രോസ്പെക്ടസ് ഷാൽ ബി ഡീംഡ് ടു ബി അൺട്രൂ. അതായത് അൺട്രൂ ആണെന്നുണ്ടെങ്കിൽ, നമ്മുടെ പ്രോസ്പെക്ടസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അൺട്രൂ ആണെന്നുണ്ടെങ്കിൽ അതാണ് അൺട്രൂ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നത്. ഇഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് മിസ്ലീഡിങ് ഇൻ ദ ഫോം ആൻഡ് കോണ്ടെക്സ്റ്റ് ഇൻ ദ വിച്ച് ഈസ് ഇൻക്ലൂഡഡ്, അതായത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ കാര്യങ്ങൾ മിസ്ലീഡ് ചെയ്യാണ്, അല്ലെങ്കിൽ ആ കോണ്ടെക്സ്റ്റിനെ മിസ്ലീഡ് ചെയ്തുകൊണ്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അൺട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. എ സ്റ്റേറ്റ്മെൻറ്റ് മേ ബി ഫോൾസ് not only because of what it states but also because of what it conceal or omits. അതായത് എന്താണ് തെറ്റുന്നില്ല, പക്ഷെ അതിൻ്റെ അന്ന് എന്താണ് നമ്മൾ ഒമിറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് എന്താണ് നമ്മളതിൽ നിന്ന് മറ്റുള്ളവരിൽ നിന്ന് മിസ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്ന് വിട്ട് കളഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഈ അൺട്രൂ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. നമ്മൾ നോക്കാൻ പോകുന്നത് ലയബിലിറ്റീസ് ഫോർ മിസ്സ്റ്റേറ്റ്മെൻറ്റ്. മിസ്സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്ന ലയബിലിറ്റീസ് എങ്ങനെയൊക്കെയുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം നമ്മൾ മിസ്സ്റ്റേറ്റ്മെൻറ്റിൽ എന്തെങ്കിലും ലയബിലിറ്റീസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 കാറ്റഗറീസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്, സിവിൽ ലയബിലിറ്റിയും അതേപോലെ തന്നെ ക്രിമിനൽ ലയബിലിറ്റിയും. സിവിൽ ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എഗെയിൻസ്റ്റ് ദ കമ്പനി റിസൈഡ് ദ കോൺട്രാക്ട് ടു ക്ലെയിം ഡാമേജസ്, അതായത് കമ്പനി സിവിൽ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഡാമേജസ് കോൺട്രാക്റ്റിൽ വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കമ്പനി ഉത്തരവാദമായിരിക്കും. അപ്പോൾ ലയബിലിറ്റീസ് ഫോർ മിസ്സ്റ്റേറ്റ്മെൻറ്റിന് 2 കാറ്റഗറീസ് ആണ് തിരിച്ചിരിക്കുന്നത്, സിവിൽ ലയബിലിറ്റി എന്നും അതേപോലെ തന്നെ ക്രിമിനൽ ലയബിലിറ്റി എന്നും. അപ്പോൾ സിവിൽ ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അണ്ടർ സെക്ഷൻ 35 ഓഫ് ദ കമ്പനീസ് ആക്ട്, ഇഫ് എ പേഴ്സൺ പർച്ചേസസ് എനി സെക്യൂരിറ്റീസ് ഓഫ് എ കമ്പനി ഓൺ ദ ഫെയ്ത്ത് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ദ പ്രോസ്പെക്ടസ് thereby suffers any damages or incur losses, the company and every person responsible for this shall without any prejudice to punishable with the any person may be liable under the section 36 Criminal Liability Act be liable to pay compensation to every person who sustained such loss or damages. അതായത് സിവിൽ ലയബിലിറ്റി പറയുന്നത് കമ്പനീസ് ആക്ട് സെക്ഷൻ 35 പ്രകാരമാണ് സിവിൽ ലയബിലിറ്റി ഡീൽ ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് പറയുന്നത് ഒരു പ്രോസ്പെക്ടസ് കണ്ടിട്ട് ഏതെങ്കിലും ഒരു പേഴ്സൺ അവിടുത്തെ സെക്യൂരിറ്റീസോ കാര്യങ്ങളോ പർച്ചേസ് ചെയ്തിട്ട് അയാൾക്ക് എന്തെങ്കിലും ലോസസോ ഡാമേജസോ ഇൻക്വയർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി അല്ലെങ്കിൽ ആ കമ്പനിയിലുള്ള പേഴ്സൺസ് ആരാണോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പേഴ്സൺസ് അവർ ആ ലോസസിൻ്റെ ഡാമേജസിന് പണിഷബിളായിരിക്കും എന്നാണ് പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് ഒരു പേഴ്സണാണ് അതിന് പണിഷബിളായിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ അത് പറയുന്നതാണ് സെക്ഷൻ 36 പ്രകാരമായിരിക്കും അത് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ പേഴ്സൺ ഒന്നില്ലെങ്കിൽ കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ആ പേഴ്സൺ എത്ര ലോസാണ് ഡാമേജസ് ആണോ അയാൾക്ക് നേരിടേണ്ടത് വന്നത് അത് ആൾക്ക് ഇൻക്വയർ ചെയ്യേണ്ടത് വരും. അപ്പോൾ സിവിൽ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്, ഒരു കമ്പനിയുടെ പ്രോസ്പെക്ടസ് കണ്ടിട്ട് എന്തെങ്കിലും ഒരു പേഴ്സൺ അവിടുത്തെ ഷെയർസോ ഡിബഞ്ചേഴ്സോ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് ആൾ എന്തെങ്കിലും ഡാമേജസിനോ ലോസസൊക്കെ സഫർ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ കമ്പനി അല്ലെങ്കിൽ ആ കമ്പനിയിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും അതിന് ലയബിളായിട്ടുണ്ടാവുക. അതായത് ഒന്നില്ലെങ്കിൽ അയാൾക്ക് അതിൻ്റെ തക്കതായ റിട്ടേൺ കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് സിവിൽ ലയബിലിറ്റിയിൽ പറയുന്നത്. സെക്കൻഡ് വൺ പറയുന്നതാണ് ക്രിമിനൽ ലയബിലിറ്റി. ക്രിമിനൽ ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞു ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തിട്ട് സെക്ഷൻ 35 സ്റ്റേറ്റ് ദാറ്റ് വേർ എ പ്രോസ്പെക്ടസ് ഇഷ്യൂഡ് സർക്കുലേറ്റഡ് or distributed included any statement which is untrue or misleading in form of context in which the included were any inclusion or omission of any matter likely mislead, every person who authorized the issue of such prospectus shall be punishable
with the imprisonment of term of shall not be less than 6 months, which may be extended to 10 years, shall be also liable to fine, which shall not be less than amount of involved to fraud, but which was extended 3 times as amount involved in the fraud. അതായത് ക്രിമിനൽ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ് സെക്ഷൻ 34 ഇത് ഡീൽ ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് പറയുന്നത് ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുകയോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയോ സർക്കുലേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അൺട്രൂ സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്ലീഡിംഗ് ആയിട്ടുള്ള കോണ്ടസ്റ്റോ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഒമിറ്റ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആരാണോ ആ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് അയാൾ അതിന് പണിഷബിൾ ആയിരിക്കും. അതായത് ഒന്നില്ലെങ്കിൽ അയാൾക്ക് ഇംപ്രിസ്മെൻറ്റ് അതായത് ജയിൽ ശിക്ഷയോ അല്ലെങ്കിൽ എത്ര എമൗണ്ട് ആണോ അയാൾക്ക് ലോസ് വന്നത് ആ എമൗണ്ട് കൊടുക്കാനോ അല്ലെങ്കിൽ രണ്ടും കൂടി അനുഭവിക്കാനുള്ള ഇതുണ്ടാവും. അതാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇംപ്രൂവ്മെൻറ്റ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് ലെസ് ദാൻ 6 മന്തും അതേപോലെ തന്നെ 10 വർഷത്തിനും ഇടയിലുള്ള ഒരു ജയിൽ ശിക്ഷ അയാൾക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ വിച്ച് മേ എക്സ്റ്റെൻഡ് 3 times ദ എമൗണ്ട് ഇൻവോൾവ് ഇൻ ഫ്രോഡ്. അതായത് എത്ര എമൗണ്ട് ആണോ നമ്മൾ ഫ്രോഡ് കമ്മിറ്റ് ചെയ്ത് അതിൻ്റെ 3 times 3 ഇരട്ടി നമ്മൾ അതിന് പണിഷബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ക്രിമിനൽ ലയബിലിറ്റിയിൽ എന്താണ് പറയുന്നത്? ഇപ്പോൾ എന്തെങ്കിലും മിസ്ലീഡിങ് ആയിട്ടുള്ള എന്തെങ്കിലും പറയേണ്ട കാര്യങ്ങൾ ഒമിറ്റ് ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണോ ആ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അയാൾ പണിഷബിൾ ആയിരിക്കും. അതായത് ഒന്നില്ലെങ്കിൽ ഇംപ്രിസ്മെൻറ്റ് കിട്ടാനോ അല്ലെങ്കിൽ 6 വർഷത്തിനും 10 വർഷത്തിനും ഇടയിലുള്ള ജയിൽ ശിക്ഷ കിട്ടുകയോ അല്ലെങ്കിൽ എത്ര എമൗണ്ടിനാണോ നമ്മൾ ഫ്രോഡ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ 3 ഇരട്ടി 3 മടങ്ങ് എമൗണ്ട് അയാൾ പേ ചെയ്യേണ്ടതായിട്ടും വരും. അപ്പോൾ ഇതാണ് ക്രിമിനൽ ലയബിലിറ്റിയിൽ പറയുന്നത്. അപ്പം ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണ്? ടൈപ്സ് ഓഫ് പ്രോസ്പെക്ടസ് ആണ് നമ്മളിന്ന് മെയിനായിട്ട് പറഞ്ഞത്. അതിനകത്ത് ഡീംഡ് പ്രോസ്പെക്ടസ്, ഷെൽഫ് പ്രോസ്പെക്ടസ്, ഇൻഫോർമേഷൻ മെമ്മോറണ്ടം, റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്, സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലിeu ഓഫ് പ്രോസ്പെക്ടസ്, അബ്രിജഡ് പ്രോസ്പെക്ടസ്, ഇതൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. പിന്നെ നമ്മൾ നോക്കിയത് ലയബിലിറ്റി ഓഫ് മിസ്സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കി. അതേപോലെ തന്നെ ലയബിലിറ്റി ഓഫ് മിസ്സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്ന 2 കാറ്റഗറീസ് നോക്കി. അതായത് സിവിൽ ലയബിലിറ്റീസും അതേപോലെ തന്നെ ക്രിമിനൽ ലയബിലിറ്റീസാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ അതായത് സെക്കൻഡ് മോഡ്യൂൾ അവസാനിക്കുകയാണ്. നാളെ മുതൽ നമ്മൾ പുതിയ മോഡ്യൂളാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ മിസ്സിൻ്റെ അടുത്ത് വിളിച്ച് ക്ലിയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് നാളത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു.